സ്റ്റീവൻസനാണ് യൂസുഫുൽ ഇസ്ലാമായി മാറിയത്. ഇല്ലല്ലോ, ഇയാളുടെ പേര് പറയുമ്പോ പ്രശ്ന. വിയറ്റ്നാംകാരനാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു. ഖുർആന്റെ 4-ാം അധ്യായത്തിലെ 56-ാമത്തെ വചനമാണ് അയാളെ പ്രേരിപ്പിച്ചത്. 4-ാം അധ്യായത്തിലെ 56-ാമത്തെ വചനം. എന്താ വചനം? ആ വചനം ഇത്രേ ഉള്ളൂ: ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചതായ ആളുകളെ പിന്നീട് നരകത്തിലിടും കേട്ടോ. അത്രയും കുഴപ്പമൊന്നുമില്ല. ബാക്കിയാണ് വിഷയം. കുല്ലമാ നിർജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. പഠിച്ചോ? ഒരാളെ കൊന്നവന് ഒരു ശിക്ഷ, 100 പേരെ കൊന്നവനോ ഒറ്റ കരിക്കലങ്ങ് കരിച്ചു കഴിഞ്ഞാൽ 99-ന് പരിഹാരമാവില്ല എന്ന് അല്ലാഹ്ക്കറിയാം. അല്ലാഹ് പറഞ്ഞു ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. കത്തിക്കരിയുമ്പോ ശരീരത്തിന്റെ തൊലികള് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ വേദനകൾ അറിയുന്നത് എന്തുകൊണ്ടാ? തൊലി കൊണ്ടാ വേദന അറിയുന്നത്. ഖുർആൻ 4:56 പറയുന്ന ആ തൊലികളെയാണ് ഞാൻ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹിറ്റ്ലർ ലോകത്തിന്റെ ഭീകരനാണ്, ലക്ഷങ്ങളെ കൊന്നു. ഒറ്റ കൊല്ലൽ കൊണ്ട് മതിയാവില്ല, അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടകാസൻ പറഞ്ഞു, ഓ മുഹമ്മദ് നബിക്ക് എങ്ങനെ ഇത്ര വലിയ ശാസ്ത്ര സത്യം പറയാൻ കഴിയുക? തൊലിയിലൂടെയാണ് മനുഷ്യന്റെ വേദനകൾ ബ്രെയിൻ അറിയുന്നത് എന്ന് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഖുർആൻ 55-ാമത്തെ അധ്യായത്തിലെ 19-20 വചനങ്ങള്. മറദൽ ബഹറൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. 2 കടലുകളുണ്ട്, ഒന്ന് നല്ല വെള്ളം, മറ്റൊന്ന് ഉപ്പുവെള്ളം. ഇത് വ്യക്തമായി ഖുർആൻ അങ്ങ് ഓർമ്മപ്പെടുത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മീറ്റിംഗ് പോയിന്റുകളില്, അതേപോലത്തെ മറ്റ് ചില സ്ഥലങ്ങളിലും ഈ പ്രതിഭാസമുണ്ട്. സഞ്ചാര സാഹിത്യകാരനായിരുന്ന പ്രമുഖനായ ക്രൈസ്തവ സഹോദരൻ ഇസ്ലാമിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നു. ഖുർആന്റെ ഈ പ്രതിപാദനം ലക്ഷ്യം വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പൂജാലാമ വന്നു. അതേപോലെ തന്നെ കൊറിയയുടെ യൂട്യൂബറായിരുന്ന ജയ്കിം വന്നു. ജയ്കിം പറയാൻ കാരണം എന്താ? വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായത്തിലെ 12, 13, 14 ആയത്തുകളാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ജാമിദ ടീച്ചർ തെറി പറയുമ്പോ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, അതാ നേരത്തെ മന്ത്രി പറഞ്ഞത്, ഈ മതത്തിലേക്ക് ഇങ്ങനെ ആള് കൂടുകയാണ്. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. 2-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം. ഈ ഖുർആൻ ഓതിയിട്ട് കുറെ ആളുകൾ നന്നാകും, കുറെ ആളുകൾ ഔട്ടാകും. അതിൽപ്പെട്ടതാണ് കൂട്ടിയാ മതി. അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇസ്ലാമാവുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. നീ അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതിൽ മറ്റാരും വേദനിക്കണ്ട. ഒരു മുസ്ലിമിന് മുസ്ലിമായി തന്നെ ജീവിച്ചു മരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരു അമുസ്ലിമായ ആള് അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് മുറുകെ പിടിച്ചുകൊള്ളണം. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 85-ാമത്തെ വചനം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. സഹസ്രക്കണക്കായ പ്രത്യായ ശാസ്ത്രങ്ങളുടെ ശവപ്പറമ്പായ ഈ ഭൂതലത്തില് ഇസ്ലാം അല്ലാത്ത ഒരു മതം ഒരാൾ സ്വീകരിച്ചാൽ അവനിൽ നിന്ന് സ്വീകരിക്കില്ല. ആഖിറത്തിൽ പാരത്രിക ലോകത്ത് അവൻ പരാജയപ്പെട്ടവരുടെ കൂടെയാണ്. ഓർത്തുകൊള്ളണം, മക്കളെ ശ്രദ്ധിച്ചുകൊള്ളണം. ഇവിടെ ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരണം, അതിനുവേണ്ടി ബഹളം ഉണ്ടാക്കണം, ജിഹാദ് നടത്തണം. ഇസ്ലാമിന് ഒരു താല്പര്യമില്ല, അതിലേക്കൊന്നും ആരും ചിന്തിക്കാൻ വേണ്ട. ഉള്ളത് പോകാതെ കാത്തു സൂക്ഷിക്കുക. 3-ാം അധ്യായത്തിലെ 91-ാമത്തെ വചനം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പ്രത്യേകിച്ച് പെൺമക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നല്ലദീന കഫറു, അവിശ്വസിച്ചു പോയ ആളുകൾ, വമാതു വഹും കുഫാർ, അവിശ്വാസിയായി തന്നെ അവർ മരിക്കുകയും ചെയ്തു. فلا يقبل منهم فلا يقبل من احدهم ملء الارض ذهبا. എന്തൊരു വർത്താനം അല്ലാഹു പറഞ്ഞു കളഞ്ഞത്. ഭൂമി മുഴുവൻ സ്വർണ്ണമാക്കിയിട്ട് ഒരാൾ ആവശ്യപ്പെടുന്നു പാരത്രിക ലോകത്തെ, ഇവിടെയല്ല, മരണശേഷം ഭൂമി മുഴുവൻ സ്വർണ്ണമാക്കി തരാം. ഈ ബിൽഡിംഗ് സ്വർണ്ണമായാൽ എത്രയാണ് മക്കളെ പവർ? ഈ ബിൽഡിംഗ് സ്വർണ്ണമായാൽ
ഭൂമി മുഴുവൻ സ്വർണമാക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ്, എന്നെ ഒന്ന് ഇസ്ലാമാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് നൽകിയ ഏറ്റവും വലിയ വെളിച്ചം. പ്രസംഗത്തിൽ എന്തു മറന്നുപോയാലും ഇത് മറക്കരുത്. ഏറ്റവും വലിയ വെളിച്ചം. മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ആഖിറത്തിൽ നഷ്ടമാണ്. വിശുദ്ധ ഖുർആന്റെ 202-ാമത്തെ അധ്യായത്തിലെ 251-ാമത്തെ വചനം, ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെയും മലായികത്തിന്റെയും സർവ്വജനങ്ങളുടെയും ശാപം അവനുണ്ടാകും. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ, അവരെ ഈമാനോടുകൂടെ വളർത്തി, ഈമാനോടുകൂടെ വികസിപ്പിച്ച്, ഈമാനോടുകൂടെ ജീവിപ്പിച്ച്, ഈമാനോടുകൂടെ മരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് ശുഷ്കാന്തി ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പോകണം അങ്ങോട്ട്. ഞാൻ നിർത്തട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന റസൂലുള്ളാഹി, ഇതിനേക്കാൾ എത്രയോ വെളിച്ചങ്ങൾ ഈ സമൂഹത്തിന് കൊടുത്ത റസൂലുള്ളാഹി 107-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനമാണ്, വയംനഊനൽ മാഊൻ. മാഊനിനെ തടഞ്ഞു വെച്ചാലും നരകത്തിലാണ് കേട്ടോ. മാഊൻ, വീട്ടിൽ ഉപയോഗിക്കുന്ന ചട്ടിയും കൊട്ടയും മടാളും. നാരായണി വന്ന് ചോദിച്ചു, സാവിത്രി വന്ന് ചോദിച്ചു, ദിവാകരൻ ചോദിച്ചു, വർഗീസ് ചോദിച്ചു. ഇല്ല എന്ന് ഹാജിയാര് പറഞ്ഞാൽ നീ ഇസ്ലാമിൽ പെട്ടവനല്ലടാ, കൊടുത്തുകൊള്ളണം, സഹായിച്ചു കൊള്ളണം. 76-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനമാണ്, വേദനിക്കുന്നവരാരൊക്കെ ഉണ്ടോ ഭക്ഷണം കൊടുത്തുകൊള്ളണം. അവിടെ മതം നോക്കല്ലേ, ജാതി നോക്കല്ലേ, വേദനിക്കുന്നവന് നീ ഭക്ഷണം കൊടുക്കുക. അതാണ് പ്രവാചകന്റെ വെളിച്ചം. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരൊട്ടകം കരയുന്നു പ്രവാചകന്റെ മുമ്പില്. എന്താണ് സങ്കടം പറയുന്നത്? ഒട്ടകം പറഞ്ഞു, ഈ മുതലാളി എന്നെ ഭക്ഷണം തരുന്നില്ല, അമിതമായ ഭാരം ചുമപ്പിക്കുന്നു. പ്രവാചകന്റെ മസ്തിഷ്കം വിപ്ലവാത്മകമായി കത്തിജ്വലിച്ച് ഗേറ്റ് തുറന്ന് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ മുതലാളിയോട് ചോദിച്ചു, നീ ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പടച്ചവനെ ഭയപ്പെടുന്നില്ലേ? ഒരു മൃഗത്തെ വളർത്തുമ്പോ മാന്യമായി ഭക്ഷണം കൊടുത്തുകൊള്ളണം. കഴിയാത്തത് അതിന്റെ മുകളിൽ ചുവടാക്കി എടുക്കരുത്. കാരുണ്യത്തിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. 21-ാമത്തെ അധ്യായത്തിലെ 107-ാമത്തെ വചനമാണത്. കാരുണ്യമായിരുന്നു റസൂലുള്ളാഹി. എത്ര 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 സംഭവം. അമുസ്ലിമാണ് അടുത്ത് താമസിക്കുന്നതെങ്കിൽ അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ചാറ് ഇച്ചിരി കൂട്ടി വെച്ചോ, അതിന്റെ ചാറ് അതിന്റെ വെള്ളം ഇച്ചിരി കൂട്ടി വെച്ചോ. അയൽവാസിക്കും കൊണ്ട് കൊടുക്കണം കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് അവന് കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. പണം എന്ന് പറയുന്നത് ശരീരത്തിലെ ബ്ലഡ് പോലെയാണെന്ന് പഠിപ്പിച്ചു. ശരീരത്തിലെ ബ്ലഡ് പോലെ പണം അതുപോലെയാവണം. ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ബ്ലഡ് കയറി ഇറങ്ങുന്നു എങ്കിൽ നിന്റെ കയ്യിലുള്ള പണം അവശത അനുഭവിക്കുന്ന, അവകാശം നിഷേധിക്കപ്പെട്ട, ജാതി നോക്കാത്ത, മതം നോക്കാതെ എല്ലാവരിലേക്കും നിന്റെ പണം എത്തണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. വലിയ വലിയ രാജാക്കന്മാരും ഭരിക്കുന്നവരും ഓർക്കണം, സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ ഒരൊറ്റ വർത്തമാനം. എന്താ വർത്താനം എന്നറിയോ? സ്വഹാബ, ഞാൻ രാജാവല്ല കേട്ടോ, ഞാൻ രാജാവല്ല. ഇന്നത്തെ ഭരണാധികാരികൾ ഉൾക്കൊള്ളണമത്. 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അടക്കി ഭരിച്ച ഒരു വലിയ ഭരണാധികാരി പറഞ്ഞു, ഖുറൈശി തറവാട്ടിലെ ഉണക്കമീൻ മാത്രം ഭക്ഷിച്ചു വളർന്ന ശരാശരി ഒരു ഉമ്മയുടെ മകനാണ് ഞാൻ. രാഷ്ട്രീയക്കാരാ, കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ മാന്തിയെടുത്ത് ഈ രാജ്യത്തെ കൊള്ളയടിച്ച് അവസാനം ഇപ്പൊ വലിയ പെട്രോൾ ആദായത്തിൽ ഓടുന്ന നമ്മുടെ ബങ്ക് പെട്രോൾ, ഭാരത് പെട്രോൾ വരെ ഹൗഡി മോഡി നടത്തിയ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളണം, ഒരു ഭരണാധികാരി ആരായിരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി അനുയായികളോട് പറയാ, ഉണക്കമീൻ, ഉണക്ക മത്സ്യം ഭക്ഷിച്ച ഒരു ശരാശരി ഉമ്മയുടെ മകനായി എന്നെ നിങ്ങൾ കണ്ടാൽ മതി. വലിയൊരു വർത്താനമല്ലേ? വീടിന്റെ മുമ്പിൽ ഇതാ കാരക്ക കൊണ്ടുവന്നിട്ടിരിക്കുന്നു. സുബഹി കഴിഞ്ഞു നോക്കുമ്പോ അരുമ മക്കളിൽ ഒരാള് ആ കാരക്ക കഴിക്കുന്നു. ഓടിച്ചെന്നിട്ട് മകന്റെ ഉണ്ണാക്കിലേക്ക് കൈയിട്ട് ആ കാരക്ക പുറത്തെടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് മുഹമ്മദിനും കുടുംബത്തിനും യോജിച്ച പണിയല്ല, ഇത് പൊതുമുതലാണ്, ഇത് പൊതുമുതലാണ് മോനെ. പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ
പഠിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വെളിച്ചം ഏതൊക്കെ സ്ഥലത്തേക്ക്. സാമ്പത്തിക പ്രതിസന്ധിയോ? ഞാൻ നിർത്തട്ടെ. ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു നിർത്താന്ന്? ഒന്ന് തോണ്ടു വേണമെങ്കിൽ. ഞാൻ പോകാത്ത എന്നാന്ന് ചോദിച്ചാൽ ഈ ആളുകൾ ഇങ്ങനെ നിൽക്കണോണ്ടോ ഉള്ളത് പറയാലോ. പ്രസംഗം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആള് പണ്ടൊക്കെ പോകും. അത് നമ്മുടെ ഇത്രയും കാലത്തെ സർവീസ് കൊണ്ട് പഠിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിർത്തിയേക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് സലാത്തിയല്ലേ. അല്ല, ഒരുപാട് നേതാക്കളുണ്ട്, അവർക്ക് വേണ്ടി വിഷയം വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന വരുമാനത്തിന്റെ കണക്കനുസരിച്ച് ജീവിതത്തിന്റെ നിലവാരം ഉയർത്തല്ലേ? നിങ്ങൾക്ക് പ്രശ്നം വരും. കേരളത്തിലെ ഏറ്റവും വലിയ വീട് സാറിനറിയാം, മുസ്ലിമിൻ്റെതാ. ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ വണ്ടിയോ? ഇപ്പൊ നിപ്പോൺ ടൊയോട്ടയുടെ എന്ത് വണ്ടിയാ മക്കളെ? ആ വണ്ടിയുടെ പേരെന്താ? എല്ലാം വലിയമാരിൽ ഇരിക്കുന്ന വണ്ടിയില്ലേ? ആ ടൊയോട്ട ക്രിസ്റ്റ. കണ്ടോ എത്ര പെട്ടെന്നാ പറഞ്ഞത്? ടൊയോട്ട ക്രിസ്റ്റ. അമ്മാതിരിയുള്ള സാധനങ്ങള് അല്ലടാ, അതല്ല ജീവിതം. ജീവിതം അതല്ല. ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കുക. ഗൾഫിലൊക്കെ നോക്കിയാല് അവരോട് ചോദിക്കണം, നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും വില കുറഞ്ഞത് എവിടെ കിട്ടും? ക്രിസ്ത്യാനി പറയും, അത് ഞാൻ പറഞ്ഞാ ഇന്ന കടയിൽ പോയാ മതി. നമ്മളോ അടിച്ച് പൊളിക്കല്ലേ. അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എന്നിട്ട് തലയും ചൊരുക്കി കരയ്യ. അവരാ റസൂലുള്ളാഹിന്റെ തത്വശാസ്ത്രം കടം എടുത്തത്. കിട്ടുന്നത് എന്താക്കി? ഒരു മുറി, 2 മുറി, 10 സെന്റ്, 1 ഏക്കർ. എന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ജോസുകുട്ടി, അന്നമ്മ ചേച്ചിയുടെ മകൻ ജോസുകുട്ടി. മക്കൾ 2 പേര് അമേരിക്കയിലുണ്ട്. ജോസുകുട്ടി എറണാകുളത്തെ ഏറ്റവും വലിയ അക്കൗണ്ട്, അതായത് CA, വലിയ കമ്പനിയുടെ കണക്കുകളൊക്കെ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന CA കാരാണ്. നല്ല മണ്ടകളേക്കനാ. 30 കൊല്ലം മുമ്പ് ആ വീട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എന്റെ മോന്റെ കല്യാണം വിളിക്കാൻ 2 മാസം മുമ്പ് ആ വീട്ടിൽ കയറി. 30 കൊല്ലം മുമ്പ് ആ വീട് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനൊന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. വേറെ ഒരു മാറ്റമല്ല. നമ്മോട് റസൂലുള്ള പറഞ്ഞു, എടാ കിട്ടട്ടെ, ജീവിത നിലവാരം ഉയർത്തല്ലേ. നമ്മളത് കേട്ടില്ല. നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം ഇപ്പൊ പറയുന്നുള്ളൂ. ഏത് വിഷയത്തിലും റസൂലുള്ളാഹി പ്രകാശമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഏത് വിഷയത്തിലും നമുക്ക് പ്രകാശം നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ പറഞ്ഞെടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വരില്ല. എവിടെയുണ്ട് കല്യാണം? 2 ദിവസം. അതിൽ മൊയ്ലാന്മാരും കുറവല്ല, തങ്ങന്മാരും കുറവല്ല. പറയുന്നതിന് വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. ഇതൊക്കെ പാലിക്കണല്ലോ. അത്താണിക്കൽ ആദ്യം പറഞ്ഞിരുന്നു ചില വിമർശനങ്ങളൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാനീ പറയുന്നത്. എന്റെ മനസാക്ഷിയോട് ആദ്യവും. എന്റെ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് നിയമം. ഞങ്ങളെയൊക്കെ ഉസ്താദുമാർ ആദ്യകാലത്ത് പഠിപ്പിച്ചു. ഈ എടുക്കുന്ന ഫോട്ടോകൾക്ക് റൂഹിടിക്കും. 1/2 ഡസൻ ഹദീസുകൾ, അതും മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ. പവർ സ്ട്രോങ് അല്ലേ? ഉസ്താദുമാർക്ക് തിരുവല്ല മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാര് മർക്കസിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല, അള്ളാഹു അതിന് റൂഹിടിക്കുന്നതാ പറയുന്നത്, പാടില്ല. കർശനമായി നമ്മളത് പാലിച്ചു. ഇന്നോ എന്താ ഇസ്ലാം മതത്തിന് മാറ്റം വന്നു? പറയൂ, ഇസ്ലാം മതത്തിന് എന്താ മാറ്റം വന്നു? അതോ നമുക്ക് മാറ്റം വന്നു? ഇന്നതില്ലാത്ത ഒരു പരിപാടി ഇല്ലല്ലോ. മലപ്പുറത്തൊക്കെ ഓതാൻ പോകുമ്പോ പാലക്കാടും മണ്ണാർക്കാടും ഒക്കെ പെണ്ണുങ്ങൾ നടക്കുമായിരുന്നു കൊടയും പിടിച്ച്. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. ഉണ്ടോ? ഇന്നൊരു പെണ്ണിനെ കാണിച്ചു തരാമോ? നമ്മളെല്ലാം നിനക്കും വളർന്നു. ഒറ്റ പെണ്ണൂന്ന് അങ്ങനെ കാണൂല. എല്ലാത്തിനെയും പലതിന്റെയും പേര് പബ്ലിക്കിലേക്ക് ഇറക്കി. പിന്നെ എങ്ങനെ ശിക്ഷിക്കാതിരിക്കും? അല്ലാഹുവാ പറഞ്ഞത്, നബി നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് വെച്ചാ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ശരീരം വരണമെന്നല്ല, ആ ദർശനം നിങ്ങൾ പിടിക്കുന്നുണ്ടോ, നിങ്ങളെ ശിക്ഷിക്കില്ല. കല്യാണം റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ സമൂഹത്തിലെ ഏറ്റവും വലിയ മുതലാളിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവരുകൾ കല്യാണം നടത്തി. ആരും അറിഞ്ഞില്ല. കരളിന്റെ കഷണമായ പ്രവാചകനോട് പോലും പറയാതെ സദസ്സിലേക്ക് വന്നപ്പോ ഒരു കറ ഷർട്ടില് റസൂലുള്ള ചോദിച്ചു, അബ്ദുറഹ്മാൻ എന്താണ് കറ? നബിയെ ഒരു കല്യാണം കഴിച്ചു, അത് ലളിതമാക്കിയത് കൊണ്ട് അങ്ങയോട് ഞാൻ പറഞ്ഞില്ല. അതാ ഇപ്പൊ 5 ദിവസം. എന്നിട്ട് നമ്മളെ സഹായിക്കണം, നമുക്ക് സഹായം കിട്ടുന്നില്ല. ഒരു 30 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു പള്ളിയില് നീ ഒരു ബ്ലാങ്കറ്റുമായിട്ട് ചെല്ല്, ഒരു കാർപ്പറ്റുമായിട്ട്, മൂലാരൊന്നും എതിർക്കണ്ട, കാക്കാമാര് പറയും ഇത് ഇടാൻ പറ്റൂല, നിസ്കാരം തശ്വീഷായി പോകും. നമ്മൾ പുരോഗമിച്ചപ്പോ മാറ്റിയതല്ല. എന്നിട്ട് പറയും 73-ൽ ഒന്നേ സ്വർഗത്തിലുള്ളോ. ആ മാറ്റം
പറയുന്നതിൽ വിഷമൊന്നും വിചാരിക്കണ്ട. പിന്നെ എവിടെ പറയേണ്ടത്? 73 എല്ലാം നരകത്തിൽ ഒന്നൊഴികെ. ആ ഒന്നിന് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? അതോ 72 കാണിക്കുന്നത് നമ്മളും കൂടി കാണിക്കല, എന്നിട്ട് നമ്മൾ ആ സ്വർഗത്തിലെ മാറ്റത്തിന്റെ വിധേയമായേ പറ്റൂ. മാറ്റത്തിന് വിധേയമായേ പറ്റൂ. ആശയത്തിലും കർമ്മത്തിലും വിശ്വാസം അല്ലാഹുവിലും ജീവിതചര്യകൾ ഇബ്ലീസിലുമായാൽ റബ്ബ് സഹായിക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മാറ്റങ്ങൾക്ക് വിധേയമാക്കി പോകേണ്ട ഒരു ലോകം വരാനുണ്ട്. ഖുർആൻ 2-ാം അധ്യായം 281 അവസാനിപ്പിക്കട്ടെ. 2-ാമത്തെ അധ്യായം 281. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരർത്ഥത്തിൽ അത് ഖുർആന്റെ അവസാനത്തെ ആയത്താണ് ഇറക്കത്തിൽ. വത്തഖൂ, സൂക്ഷിച്ചു കൊള്ളണം, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങളെല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കുന്ന ദിവസമാണ് കേട്ടോ. ഹൈഡ്രജനുള്ള, നൈട്രജനുള്ള, ഫോസ്ഫറസുള്ള, അയണുള്ള, കാർബൺ ഡയോക്സൈഡുള്ള, സൾഫറുള്ള ഈ ശരീരങ്ങൾ മണ്ണോട് മണ്ണായാലും അതിനെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിച്ച് റബ്ബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 8-ാമത്തെ വചനം, അന്നസ്സാഅത ആതിയതു ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അഥു മൻ ഫിൽ ഖുബൂർ. ഖബറിൽ കിടക്കുന്നവരെ മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഒന്നും കൂടി 19-ാമത്തെ അധ്യായത്തിലെ 92, 93 ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ഒരു എണ്ണി നോക്കും. അങ്ങോട്ട് ചെന്നാൽ ഒരു എണ്ണി നോക്കും. നിർത്തുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തെ, കേരള സ്റ്റേറ്റിലെ, കോട്ടയം ജില്ലയിലെ, വൈക്കം താലൂക്കിലെ, വെള്ളൂർ വില്ലേജിലെ 11-ാം വാർഡിലെ അബ്ദുൽ ഖാദർ മകൻ നാസറുദ്ദീൻ വന്നിട്ടുണ്ടോ? അതാണ് നോട്ടം. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. എല്ലാവരെയും എണ്ണി നോക്കും, ക്ലിപ്തപ്പെടുത്തും. കൈ കെട്ടി ചെയ്തു പോയ അപരാധങ്ങൾക്ക് മുഴുവൻ മറുപടി പറയേണ്ട ഒരു ലോകമുണ്ട് എന്ന് ഏറ്റവും വലിയ പ്രകാശമായി മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ആ പാരത്രിക ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക, പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കുക, പരമാവധി ജീവിതത്തിൽ പകർത്തുക. ആ പകർത്തൽ കൊണ്ടാണ് ഇസ്ലാം ഇവിടെ ഉണ്ടായത്. വിദ്വേഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇതര സമൂഹത്തിലെ വിദ്വേഷം ആർക്കെങ്കിലും നമ്മളോടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത ചര്യകൾ കണ്ടതെല്ലാം മാറ്റി നമ്മളിലേക്ക് അടുക്കാൻ നമ്മുടെ ജീവിത ക്രമം പാകപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇനിയും അവസരങ്ങൾ കാണാനും കൂടാനും പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും ജഗദീശ്വരൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ഇത്രയും സമയം എന്നെ ശ്രമിച്ച നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ മാന്യ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മാന്യ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.